ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 16 ദൈവാസുര സമ്പദ് വിഭാഗയോഗം. ശ്ലോകം 19 മുതൽ 24 വരെ. ശ്ലോകം 19. താനഹം ദ്വിഷതഃ ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരീഷു ഏവ യോനിഷു. ദ്വേഷിക്കുന്നവരും ക്രൂരന്മാരും നരാധമന്മാരും അശുഭന്മാരുമായ ഇവരെ ഞാൻ വീണ്ടും വീണ്ടും ആസുരയോനികളിൽ ജനിപ്പിക്കുന്നു. ശ്ലോകം 20. ആസുരീം യോനിമാപന്നാ മൂഢാ ജന്മനി ജന്മനി മാമപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതീം. ഹേ കൗന്ദേയ, വീണ്ടും വീണ്ടും ആസുരയോനികളിൽ ജനിക്കുന്ന ഈ മൂഢന്മാർ എന്നെ പ്രാപിക്കാതെ വീണ്ടും വീണ്ടും അധമമായ ഗതിയെ പ്രാപിക്കുന്നു. ശ്ലോകം 21. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമഃ ക്രോധസ്തഥാ ലോഭഃ തസ്മാദേതത്രയം ത്യജേത്. കാമം, ക്രോധം, ലോഭം ഇവ മൂന്നും നരകത്തിലേക്ക് നയിക്കുന്ന വഴികളും അതിനാൽ ആത്മനാശത്തിന് കാരണവുമാകുന്നു. അതുകൊണ്ട് ഇവ മൂന്നും ത്യജിക്കണം. ശ്ലോകം 22. ഏതൈർവിമുക്തഃ കൗന്ദേയ തമോദ്വാരൈസ്ത്രിഭിർനരഃ ആചരത്യാത്മനഃ ശ്രേയ തതോ യാതി പരാം ഗതിം. ഹേ കൗന്ദേയ, നാശത്തിലേക്കുള്ള ഈ 3 വഴികളിൽ നിന്ന് വിമുക്തനായ മനുഷ്യൻ ആത്മശ്രേയസ്കരമായ കാര്യങ്ങളെ ആചരിക്കുന്നു. ആയതിനാൽ പരമഗതിയെ പ്രാപിക്കുന്നു. ശ്ലോകം 23. യഃ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. ശാസ്ത്രവിധികൾ ഉപേക്ഷിച്ച് സ്വന്തം കാമങ്ങളാൽ പ്രേരിതനായി ജീവിക്കുന്നവന് ലക്ഷ്യപ്രാപ്തിയോ സുഖമോ പരമമായ ഗതിയോ ലഭിക്കുന്നില്ല. ശ്ലോകം 24. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. അതിനാൽ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്ന കാര്യത്തിൽ ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുക. ശാസ്ത്രവിധികളെ അറിഞ്ഞ് അതനുസരിച്ച് നീ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം സമാപ്തം.